Urban centers. Literary and archaeological sources are replete with the information on cities which proliferated to a great extent. The 5 centuries from 200 BC to 300 CE saw the peak of urbanism in northern India, a process which had begun since the 6th century BC. While earlier cities continued to flourish, new cities also appeared. This is known particularly from archaeological evidence. The frequent portrayal of urban life in sculptures of Gandhara and Madura schools and Sanchi and Bharat also speak of the spread of urban experience over the whole of North India. Urban development is also noticeable in the Deccan and the far south, which will be dealt with the next unit. Cities that grew rapidly with a well-known document in both literature and archaeological sources. നഗരങ്ങളുടെ പെട്ടെന്നുള്ള വളർച്ചയെക്കുറിച്ച് വളരെ വ്യക്തമായി സാഹിത്യ ഉറവിടങ്ങളിലും പുരാവസ്തു ഗവേഷണ ഉറവിടങ്ങളിലും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. എ പ്രോസസ് ഓഫ് അർബനൈസേഷൻ ഇൻ നോർത്ത് ഇന്ത്യ ബിഗാൻ in the 6th century BC and reached the peak between AD 200 and 300. ബി സി 6-ാം നൂറ്റാണ്ടിലായിരുന്നു നോർത്ത് ഇന്ത്യയിൽ നഗരവൽക്കരണ പ്രക്രിയ ആരംഭിച്ചത്. അതതിൻ്റെ പാരമ്യത്തിലെത്തിയത് AD 200-ലും AD 300-ലും ആയിരുന്നു. From archaeological evidence, it can be concluded that new cities were also established during the same time period as the earlier one. പുരാവസ്തു തെളിവുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയ നഗരങ്ങളും രൂപപ്പെട്ടിരുന്നു ഇതേ കാലഘട്ടത്തിൽ. പ്രാചീനമായ പഴയ നഗരങ്ങൾ ഉണ്ടായ അതേ കാലഘട്ടത്തിൽ തന്നെ പുതിയ നഗരങ്ങളും രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. They also show the urban life spread throughout the North India through the depiction urban life in sculptures of Gandhara, Madura school and Sanchi and Bharat. നഗരവൽക്കരണം നോർത്ത് ഇന്ത്യയിലുടനീളം വ്യാപിക്കപ്പെട്ടു എന്നുള്ളത് പ്രത്യേകമായും നഗരജീവിതത്തിൻ്റെ അവശേഷിപ്പുകളായി ശില്പവിദ്യകളിൽ അവശേഷിക്കുന്നു. ഗാന്ധാര, മധുര സ്കൂൾ ഓഫ് ഫിലോസഫിയുടെ ഭാഗമായിട്ടുള്ള സ്കൾപ്ചേഴ്സിലും സാഞ്ചിയിലും ബർഹത്തിലെയും ഒക്കെ ശില്പവിദ്യകളിലും നഗരവൽക്കരണത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡെക്കാൻ ആൻഡ് ഫാർ സൗത്ത് ആർ ആൾസോ എക്സ്പീരിയൻസ്ഡ് റാപ്പിഡ് അർബനൈസേഷൻ. നഗരവൽക്കരണത്തിൻ്റെ ത്വരിതഗതിയിലുള്ള വളർച്ച എന്നുള്ളത് ഡെക്കാൻ പ്രദേശത്തും അതുപോലെ സൗത്ത് ഇന്ത്യയിലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. തക്ഷശില ആൻഡ് പുഷ്കലാവതി were the two most important cities in North West. നോർത്ത് വെസ്റ്റ് പ്രദേശത്തെ ഏറ്റവും പ്രസിദ്ധമായ 2 നഗരങ്ങളായിരുന്നു തക്ഷശിലയും പുഷ്കലാവതിയും. എക്സ്കവേഷൻസ് അറ്റ് ദ സിർക്കാബ് മൗണ്ട് ഇൻ തക്ഷശില ഷെഡ് ലൈറ്റ് ഓൺ ദ സിറ്റി മോസ്റ്റ് പ്രോസ്പെറസ് ഇറ. സിർക്കാബ് മൗണ്ടിലെ ഉത്ഖനനത്തിൽ തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും സമ്പന്നമാർന്ന ഒരു കാലഘട്ടം തന്നെ ഈ ഒരു നഗരത്തിനുണ്ടായിരുന്നു എന്നാണ്. ദ ഇൻഡോ പാർത്തിയൻ കിങ്സ് ബിൽറ്റ് എ മാൻസണറി വാൾസ് അറൗണ്ട് ദ സിറ്റി ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. ഇൻഡോ പാർത്തിയൻ രാജവംശം ഈ ഒരു നഗരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ ഒരു ചുറ്റുമതിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു എന്നാണ്. ആസ് എ പ്ലാൻ സിറ്റി ഇറ്റ് വാസ് ലെയ്ഡ് ഔട്ട് ഇൻ ദ ഗ്രിഡ് പാറ്റേൺ, ദ മേജർ റോഡ്സ് റണ്ണിങ് നോർത്ത് ടു സൗത്ത് ആൻഡ് ദ സൈഡ് റോഡ്സ് റണ്ണിങ് ഈസ്റ്റ് ടു വെസ്റ്റ്. ഇതൊരു പ്ലാൻഡ് നഗരമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റും വളരെ വിശാലമാർന്ന റോഡുകൾ ഉണ്ടായിരുന്നു. ഇതുവശമാണ് നോർത്ത് ടു സൗത്ത് ഇന്ത്യയിലേക്കുള്ളതും ഈസ്റ്റ് ടു വെസ്റ്റ് ഇന്ത്യയിലേക്കുള്ളതും റോഡുകൾ കടന്നു പോകുന്നത്. ഹൗസിംഗ് ഓൺ ബിർ മൗണ്ട് വാസ് ബിൽറ്റ് ഇൻ അൺപ്ലാൻഡ് മാനർ. ഇൻ കൺട്രാസ്റ്റ് ദാറ്റ് ടു കെയർഫുള്ളി പ്ലാൻഡ് ലേ ഔട്ട് ഫൗണ്ട് അതർ സെറ്റിൽമെൻറ്റ്. തക്ഷശിലയോട് ചേർന്ന് ബിർ മൗണ്ടിലെ കെട്ടിടങ്ങൾ പലപ്പോഴും
അൺപ്ലാൻഡ് പ്രത്യേകമായ പദ്ധതികളൊന്നുമില്ലാതെ ആസൂത്രണമില്ലാതെ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം. താഴെയുള്ള നഗരം തക്ഷശില എന്ന് പറയുന്ന നഗരം വളരെ പ്ലാൻഡായിട്ട് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ബേർമൗണ്ടിലെ കെട്ടിടങ്ങൾ തീർച്ചയായും അൺപ്ലാൻഡായി നിർമ്മിക്കപ്പെട്ടതായിരുന്നു. ദ ഹെലനിസ്റ്റിക് മോഡൽ ക്യാൻ ക്ലിയർലി ബി സീൻ ദ ഡിസൈൻ ഓഫ് ദിസ് സിറ്റി. ഈ നഗരത്തിന് കൃത്യമായ ഒരു ശൈലി ഉണ്ടായിരുന്നു എന്നത് ഗ്രീക്കോ റോമൻ ഹെലനിസ്റ്റിക് മോഡൽ തന്നെയായിരുന്നു ഈ നഗരത്തിൻ്റെ സൃഷ്ടിക്കും കാരണമായത്. സിർക്കാപ്പ്, according to noted archaeologist Ghosh, was not a representative Indian city because it was foreign in origin and conception. ആർക്കിയോളജിസ്റ്റായിട്ടുള്ള എ ഘോഷ് അവകാശപ്പെടുന്നത് സിർക്കാപ്പ് എന്നുള്ള നഗരം പൂർണ്ണമായും ഒരു ഇന്ത്യൻ നഗരമായിരുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ രൂപവും ഘടനയും തീർച്ചയായും ഒരു വിദേശ മാതൃക തന്നെയായിരുന്നു എന്നാണ്. റിമെയിൻസ് ഓഫ് ദ കോൺക്രീറ്റ് റോഡ് ഫ്രം അറൗണ്ട് ദ ഇയർ 200 were discovered during excavation at അജിഹത്ര. അജിഹത്രയിൽ നിന്ന് 200 AD നിലനിന്നിരുന്ന കോൺക്രീറ്റ് റോഡ് ഖനനത്തിലൂടെ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. The existing city like Saraswati, Kasambi, Varanasi, Padaliputra, all of which have literary and archaeological evidence to support them, seem to have thrived for a long time. ഒരുപാട് കാലം മുമ്പ് തന്നെ വളർച്ച പ്രാപിച്ച നഗരങ്ങളാണ് സരസ്വതി, സർവാസ്തി, കസാംബി, വാരാണസി, പടലിപുത്ര എന്നുള്ളത് സാഹിത്യ ഗ്രന്ഥങ്ങളിലും അതുപോലെ പുരാവസ്തു ഗവേഷണത്തിലൂടെ ലഭിച്ച തെളിവുകളിൽ നിന്നും ലഭ്യമാണ്. In Uttar Pradesh, archaeologists have discovered two ruins a large urban centers, but it has not been possible to pinpoint exactly which ancient city they belong to. ഉത്തർപ്രദേശിൽ നിന്ന് ആർക്കിയോളജിക്കൽ ഉത്ഖനനത്തിൽ നിന്ന് ധാരാളം കെട്ടിടങ്ങളുടെ നഗരകേന്ദ്രങ്ങളുടെയും അവശേഷിപ്പുകൾ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ കൃത്യമായി ഏത് നഗരമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത് എന്ന് സൂചിപ്പിക്കാൻ സാധ്യമല്ല. മധുര ആൻഡ് സോങ്, എ നിയർ ബൈ ടൗൺ, ഹാവ് ബീൻ സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഇൻ ദ റീസെൻറ്റ് ഇയേഴ്സ്. അടുത്ത ഈ ഒരു കാലഘട്ടത്തോടനുബന്ധിച്ചുള്ള വർഷങ്ങളിൽ ഉദയം കൊണ്ടിട്ടുള്ള പെട്ടെന്ന് വളർന്നു വന്നിട്ടുള്ള നഗരങ്ങളായിരുന്നു മധുരയും സോങ്കയും. Scytho-Parthian and Kushana rule have prominence to the area around Mathura, especially when it was one of the major centers of the vast Kushana realm during Kushana rule. കുഷാന ഭരണകാലഘട്ടത്ത് കുഷാന സാമ്രാജ്യത്തിൻ്റെ പ്രധാന വാണിജ്യ നഗര കേന്ദ്രമായിട്ടായിരുന്നു മധുരയെ കണക്കാക്കിയിരുന്നത്. Songa's Kshatrapa's year during the 1st century AD to 4th century AD was marked by the crooked street and sloping houses, according to archaeological evidence from the layers 23 to 24. സോങ്ക ക്ഷത്രപ കാലഘട്ടത്തിൽ തെരുവുകൾ ഇടുങ്ങിയതും കെട്ടിടങ്ങൾ ചരിവോടുകൂടി നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു എന്ന് ആർക്കിയോളജിക്കൽ എവിഡൻസ് സൂചിപ്പിക്കപ്പെടുന്നു. സ്റ്റോൺസ് വേർ ത്രോൺ ഔട്ട് ദ ബിൽഡിംഗ് അറ്റ് ദ സ്ട്രീറ്റ് കോർണേഴ്സ് ആസ് എ പോസിബിൾ deterrent to vehicles. This could be taken to mean the traffic is moving more quickly. Burned bricks were used extensively during Kushana occupation. തെരുവുകൾ കല്ലുകൾ പാകപ്പെട്ടിരുന്നു എന്നുള്ളതുകൊണ്ട് ഈ പാതയിലൂടെ അതിവേഗം ചരക്ക് വാഹനങ്ങൾക്ക് നീങ്ങാൻ സാധിച്ചിരുന്നു എന്നുള്ളതും മൺകട്ടകൾ ചുട്ടെടുത്തത് കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും കുഷാന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. മധുര ആൾസോ സോ എ ന്യൂ ഫോർട്ടിഫിക്കേഷൻ ടു ബിൽഡ്. ഇതുമാത്രമല്ല, ഇത്തരത്തിലുള്ള ബേൺഡ് ബ്രിക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു സംരക്ഷണ ഭിത്തി തന്നെ മധുര സാമ്രാജ്യത്തിനുണ്ടായിരുന്നു എന്നും. Although in sharp contrast to derogatory remarks about Mathura in Anguttaranyaka, see above, the Lalita Vistara Lord Mathura as prosperous, extensive, beneficial for easy availability of arms and teeming population. Anguttaranyaka makes a disparate remark about Mathura, that Lalita Vistara, the praises the city of its prosperity.
size, benefit and abounds of arms എന്ന്. ലളിത വിസ്താര ഈ മധുര നഗരത്തെ വളരെയധികം പുകഴ്ത്തുന്നുണ്ട്. സമ്പന്നമായിരുന്നു എന്നും വിസ്തൃതമായിരുന്നു എന്നും വളരെയധികം ബുദ്ധഭിക്ഷുക്കൾക്ക് സഞ്ചരിക്കുന്നതിനും ഭിക്ഷ നേടാവുന്നതിനുമൊക്കെ ഉപകാരപ്രദമായിരുന്നു എന്നും. ദ സിറ്റി ഓഫ് അയോധ്യ ഇൻ കോസല ആൻഡ് ഇന്ദ്രപ്രസ്ഥ, ദ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ക്യാപിറ്റൽ ഓഫ് പാണ്ഡവാസ്, ബൈ ബേണിംഗ് ദ Khandava's forest tract are depicted graphically in Ramayana and Mahabharata. അയോധ്യ നഗരം, കോസലത്തിലെ അയോധ്യ നഗരവും ഇന്ദ്രപ്രസ്ഥവും പുതുതായി സൃഷ്ടിക്കപ്പെട്ട പാണ്ഡവരാൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥവും ഖാണ്ഡവ നഗരത്തിൻ്റെ ബേണിംഗ് എന്നിവയെല്ലാം രാമായണത്തിലും മഹാഭാരതത്തിലും ചിത്രീകരിക്കപ്പെടുന്നവയാണ്. 3 fortifications were built in Vaishali in North Bihar between 2nd century BC and 2nd century AD. BC 2-ാം നൂറ്റാണ്ടിലും AD 2-ാം നൂറ്റാണ്ടിനും ഇടയിൽ നോർത്തേൺ ബീഹാറിൽ സ്ഥിതി ചെയ്തിരുന്ന വൈശാലി നഗരത്തിന് 3 ഫോർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ബംഗാൾ ഇൻ ആൾസോ അണ്ടർ ഗോയിങ് അർബനൈസേഷൻ. ഇതിനു പുറമെ ബംഗാളും നഗരവൽക്കരണത്തിന് ശ്രദ്ധേയമാണ്. In the early centuries of the Christian era, new cities sprang up around the two established one, Mahastastan and Banghar. എന്നുള്ള AD കാലഘട്ടത്തിൽ പുതിയ നഗരങ്ങൾ ഇവിടെയും രൂപം കൊണ്ടിരുന്നു. അത്തരത്തിലുള്ള 2 പ്രസിദ്ധമായ നഗരങ്ങളാണ് മഹസ്താസ്തൻ ആൻഡ് ബാങ്ക്ര എന്ന് പറയുന്നത്. മഖാൽകോട്ട് ആൻഡ് Durga and Tamlek were the most notable cities. Chandraketugarh, the enormous archaeological site, is frequently mistaken for Ganga's spot by Periplus and Ptolemy's geography as is the Tamlek, which identified Tamr Libida in ancient times. ടോളമിയുടെ ജിയോഗ്രഫിക്ക ഗ്രന്ഥത്തിലും പെരിപ്ലസ് ദ എറിത്രിയൻ സീ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഏറ്റവും മനോഹരമായ പുരാവസ്തു ഗവേഷണ കേന്ദ്ര സൈറ്റ് മേഖലയാണ്, ഖനന മേഖലയാണ് ചന്ദ്രഖേതുഗാർഹ് എന്ന് പറയുന്ന പട്ടണം. ഒറീസ ഈസ് ഓൾസോ എക്സ്പീരിയൻസ്ഡ് ഗ്രോത്ത് ഓഫ് മേജർ അർബൻ സെൻറ്റേഴ്സ് ഫ്രം ദ ഫോം ഓഫ് ശിശുപാൽഗാർ and is located close Bhubaneswar. ഭുവനേശ്വറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ശിശുപാൽഗർ എന്ന് പറയുന്ന നഗരം ഒറീസയിൽ സ്ഥിതി ചെയ്യുന്നു. എ മാസീവ് മഡ് റാംബാർട്ട് വാസ് റൈസ്ഡ് അറൗണ്ട് 200 to 100 BC. This as further reinforced by brick rearmament. കട്ടകൾ കൊണ്ട് വലിയ ചുറ്റുമതിൽ നിർമ്മിക്കപ്പെട്ടിരുന്നു ഭുവനേശ്വറിനടുത്തുള്ള ഈ നഗരത്തിന്, ശിശുപാൽഗർ എന്നറിയപ്പെടുന്ന ഈ നഗരത്തിന് AD 200-നും BC 200-നും 100-നും ഇടയിലായിരിക്കാം ഈ നഗരം നിലനിന്നിരുന്നത് എന്ന് കരുതപ്പെടുന്നു. Urban settlements of North India generally share certain common features as revealed by archaeology. There are usually fortified, occasionally with a rampart or moat. Several streets are noticeable in urban areas, which also bears increasing use of burned bricks. Seal cuttings and bead making industries are abounding in urban area. ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെ അർബൻ സെറ്റിൽമെൻറ്റിൽ ഒരുപാട് കോമൺ ഫീച്ചേഴ്സ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ നഗരകേന്ദ്രങ്ങൾക്കൊക്കെ പലപ്പോഴും ചുറ്റുമതിലുകൾ, കോട്ടമതിലുകളോ അല്ലെങ്കിൽ വേലികളോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതിനു പുറമെ ഒന്നിൽ കൂടുതൽ സ്ട്രീറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ബേൺഡ് ആയിട്ടുള്ള ബ്രിക്കുകൾ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതുമാണ്. സീൽ കട്ടിംഗ് ആൻഡ് ബീഡ് മേക്കിംഗ് എന്നിവ പ്രധാനമായും അർബൻ ഏരിയയിലെ വ്യവസായങ്ങളിൽ ഉൾപ്പെടുന്നു. അർബൻ സെൻറ്റേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യ ജനറലി ഹാഡ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് were typical of primary urban centers of the 6th or 5th century BC during at the age of മഹാജനപദ. മഹാജനപദ കാലഘട്ടത്തിൽ BC 5-ാം നൂറ്റാണ്ടിനും 6-ാം നൂറ്റാണ്ടിനും ഇടയിൽ കാണപ്പെടുന്ന ഈ നോർത്ത് ഇന്ത്യയിലെ നഗരകേന്ദ്രങ്ങളെ പ്രൈമറി അർബൻ സെൻറ്റേഴ്സ് എന്നാണ് വിളിക്കപ്പെടുന്നത്. സീൻ ഫ്രം ദിസ് ആംഗിൾ
The spread of urban centers was modeled more or less urban experience in Middle Ganga Valley. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നഗരകേന്ദ്രങ്ങൾ പലപ്പോഴും മാതൃകയാക്കപ്പെട്ടിരുന്നത് കൂടുതലായും മിഡിൽ ഗംഗ സമതലത്തിലെ നഗരങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. Hence, these had their epicenter of Middle Ganga plain. The later urban centers, therefore, sometimes regarded as secondary one. അതുകൊണ്ട് തന്നെ പിന്നീട് കാണപ്പെടുന്ന നഗരകേന്ദ്രങ്ങളെ നമ്മൾ സെക്കൻഡറി അർബൻ സെൻറ്റേഴ്സ് എന്നാണ് വിളിക്കപ്പെടുന്നത്. മോസ്റ്റ് ഓഫ് ദ അർബൻ സെൻറ്റേഴ്സ് കമാൻഡഡ് എ റിച്ച് ആൻഡ് സ്ട്രോങ് അഗ്രികൾച്ചറൽ ഹിൻഡർലാൻഡ് ഫ്രം വേർ കെയിം ടു മേജർ ഫുഡ് സപ്ലൈ ടു ദ സിറ്റി. ഭൂരിഭാഗം നഗരകേന്ദ്രങ്ങളെയും സമ്പന്നമാക്കിയിരുന്നത് വലിയ കാർഷിക ഉൽപ്പന്നങ്ങൾ നഗരങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. നഗരങ്ങളുടെ പ്രധാന ഭക്ഷ്യ വസ്തു കേന്ദ്രം എന്ന് പറയുന്നത്, നഗരങ്ങളിലേക്ക് പ്രധാനമായും ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചേർന്നപ്പെട്ടിരുന്നത് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്നായിരിക്കാം എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് മാനുഫാക്ചർഡ് ട്രാൻസാക്റ്റഡ് ദ സിറ്റി വാസ് റൂട്ടഡ് ടു അഗ്രികൾച്ചർ ആൻഡ് അനിമൽ റിയറിംഗ് എന്നുള്ളതാണ്. മിക്കപ്പോഴും നഗരവുമായി ബന്ധപ്പെട്ടുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും നഗരത്തിലേക്ക് വസ്തുക്കൾ എത്തിയിരുന്നതും കാർഷിക മേഖലയിൽ നിന്നും കൂടാതെ കന്നുകാലി സംരക്ഷണത്തിൽ ഗ്രാമങ്ങൾക്കുള്ള പങ്കിൽ നിന്നുമാണ്. A Sarkar is masterly study contemporary cities in Andhra considered urban centers as agro cities എന്ന്. സർക്കാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പഠനത്തിൽ സൂചിപ്പിക്കുന്നത് നഗരകേന്ദ്രങ്ങൾ പലപ്പോഴും അഗ്രോ സിറ്റീസ്, കാർഷിക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കാർഷിക നഗരങ്ങൾ കൂടിയായിരുന്നു എന്നാണ്. ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് ഇൻക്ലൂഡിംഗ് ട്രേഡ് വിത്ത് ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ റീജിയൻ ഇൻ അഡീഷണൽ ഫാക്ടേഴ്സ് ടു അർബൻ ഗ്രോത്ത്. ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളുമായിട്ടുള്ള ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് നഗരങ്ങളുടെ പ്രധാനമായും വളർച്ചയ്ക്കുള്ള കാരണമാണ്. ബട്ട് ഇറ്റ് വാസ് നോട്ട് എ പ്രൈം ഫാക്ടർ ഫോർ അർബൻ പ്രോളിഫറേഷൻ ടു നോർത്ത് ഇന്ത്യ. എന്നാൽ ഇത് മാത്രമായിരുന്നില്ല ഉത്തരേന്ത്യയിലെ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമെന്നാണ്. ദ സിറ്റി ഓഫ് മധുര വാസ് പോസിബിളി ദ എക്സെപ്ഷൻ ടു ദാറ്റ്. മധുര വാസ് നോട്ട് സിറ്റുവേറ്റഡ് വെരി ഫ്ലോറിഷിംഗ് ആൻഡ് ഫെർട്ടൈൽ പാർട്ട്. ഇതിനുള്ള പ്രധാനമായ ഒരു തെളിവാണ് മധുര നഗരം സ്ഥിതി ചെയ്യുന്നത് അത്ര ഫലഭൂഷ്ടമായ ഒരു മേഖലയിലായിരുന്നില്ല എന്നുള്ളത്. Madura had actually one outstanding products of its own in Satika, the garment which the terms of sari is derived. മധുരയുടെ വളർച്ച എന്ന് പറയുന്നത് പ്രധാനമായും മധുരയിൽ തന്നെ ഉണ്ടാക്കപ്പെട്ടിരുന്ന ഒരു പ്രത്യേക ഉൽപ്പന്നമാണ്. അതിനെ സാത്വിക എന്നറിയപ്പെടും. അതായത് സാരി അല്ലെങ്കിൽ ഗാർമെൻറ്റ്, വസ്ത്രം തന്നെയായിരുന്നു. Madura's prominence as an urban center cannot be explained in the terms of its agrarian hinterland or diverse craft. വൈവിധ്യമായ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണമോ കാർഷിക മേഖലയുടെ സഹകരണമോ ഒന്നുമല്ല മധുരയെ പ്രസിദ്ധമാക്കിയത്. പ്രധാനമായും ടെക്സ്റ്റൈൽസ് തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് ലൊക്കേഷൻ അറ്റ് ദ കൺവേർജൻസ് സെവറൽ ഇമ്പോർട്ടൻ്റ് ഓവർലാൻഡ് റൂട്ട് എനോർമസ്ലി ഇൻക്രീസ്ഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. എന്നാൽ വാണിജ്യ പാതകളുടെ പ്രധാനമായ സംയോജനം മധുര നഗരത്തിനെ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മധുരയുടെ വളർച്ചയ്ക്ക് കാരണമായി എന്ന് പറയാം. ഇറ്റ്സ് എ റോൾ ആസ് എ നോഡൽ പോയിന്റ് ഓഫ് ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് പാവ്ഡ് ദ വേ ഫ്രം പ്രോസ്പെരിറ്റി ആസ് എൻ അർബൻ സെൻറ്റർ. മധുരയെ ഒരു നഗര കേന്ദ്രമായി വളർച്ചയിലേക്ക് എത്തിച്ചത് തീർച്ചയായും ലോങ് ഡിസ്റ്റൻസ് ട്രേഡിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഇത് എന്നുള്ളത് കൊണ്ടാണ്. Avashya Karni and Brihakalpa Bhashya clearly recognized that Madura's prosperity was rooted not agriculture but to trade. മധുര നഗരത്തിൻ്റെ വളർച്ച, സമ്പന്നത എന്ന് പറയുന്നത് കാർഷിക വൃത്തിയെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല, പകരം വ്യാപാരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്ന് ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു. എ റീസെൻറ്റ് സർവേ ഓഫ് അർബൻ സെൻറ്റേഴ്സ് ഓഫ് ആൻഷ്യൻ ഇന്ത്യ സജസ്റ്റ് ദാറ്റ് several urban areas derived from the prominence from the being major religious center. ഏറ്റവും പുതിയ
അർബൻ നഗരകേന്ദ്രങ്ങളെക്കുറിച്ചുള്ള സർവേകളിൽ സൂചിപ്പിക്കുന്നത് പ്രാചീന ഇന്ത്യയിലെ നഗരകേന്ദ്രങ്ങൾ പലപ്പോഴും പ്രാധാന്യത്തിലേക്ക് എത്തപ്പെട്ടത് അവയുടെ മതപരമായിട്ടുള്ള പ്രത്യേകത കൂടിയുണ്ട്. പല മതങ്ങളുടെയും പ്രധാനമായ കേന്ദ്രസ്ഥാനവും ഇത്തരം നഗരങ്ങളായിരുന്നു എന്ന് പറയപ്പെടുന്നു. അർബൻ സെൻറ്റേഴ്സ് ദാറ്റ് ഹോസ്റ്റഡ് എ കൺവേർജൻസ് ഓഫ് ദ വേരിയസ് ഫങ്ഷൻസ് എൻകംപാസിംഗ് പൊളിറ്റിക്കൽ, economic and cultural aspect tend to hold greater prominence compared to the centers with a singular focus such as long distance trade, administrative significance. നഗരകേന്ദ്രങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത്, നഗരകേന്ദ്രങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് പല ഘടകങ്ങളുടെയും സംയോജനത്തിലൂടെയാണ്. പ്രധാനമായും രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഘടകങ്ങൾ ഒത്തുചേരപ്പെടുന്നതുകൊണ്ടാണ് പലപ്പോഴും നഗരകേന്ദ്രങ്ങൾ ഇത്രത്തോളം സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്നത്. കൂടാതെ ലോങ് ഡിസ്റ്റൻസ് ട്രേഡും കാര്യക്ഷമമായ ഒരു അഡ്മിനിസ്ട്രേഷനും ഒക്കെ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. The sculptures from Gandhara and Mathura school exhibit a diverse array of attire, adornment, ornaments, hairstyles. ഗാന്ധാര മധുര സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ പ്രത്യേകമായും എടുത്തു പറയപ്പെടുന്ന കാര്യമാണ് വസ്ത്രങ്ങളുടെ വ്യത്യാസം, ആഭരണങ്ങൾ, ആടയാഭരണങ്ങൾ, വസ്ത്രവിധാനത്തിന് പുറമെ അലങ്കാരങ്ങൾ, ശിരോ അലങ്കാരങ്ങൾ എന്നിവ. Additionally, scenes depicting revelry, drinking, gathering were also present in these sculptures. കൂടാതെ മധുര ഗാന്ധാര സ്കൾപ്ചറുകളിൽ ശില്പവിദ്യകളിൽ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഒന്നിച്ചു കൂടിയിട്ടുള്ള മദ്യപാനവും അതുപോലെ ആയുധ പരിശീലനങ്ങളും നൃത്തവും എന്നിവയെല്ലാം. Donors of at the time recording their gifts of Buddhist Jaina monasteries rarely referred their Varna status, and Varna assumes enormous importance to Dharmashastras as Manu and Yajnavalkya. കൂടാതെ ബുദ്ധ ജൈന ആശ്രമങ്ങൾക്ക് വേണ്ടി സ്ഥലങ്ങളും വസ്തുക്കളും ഡൊണേറ്റ് ചെയ്തവർ അവരുടെ അത്തരം വസ്തുതകളെക്കുറിച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ടതും ഇതിനു പുറമെ വർണ്ണ സ്റ്റാറ്റസ് നിലനിന്നിരുന്നു ഈ കാലഘട്ടത്ത് ധർമ്മശാസ്ത്രയിൽ അത് പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദ ഡോണേഴ്സ് യൂഷ്വലി റെക്കോർഡഡ് ദർ റെസ്പെക്റ്റീവ് ഒക്യുപ്പേഷൻ and the urban centers thus considered occupation as a more important determine the social status orthodoxical situations of the birth. ജന്മനാൽ ഓരോരുത്തരും ജനിക്കപ്പെടുമ്പോൾ തന്നെ ഏത് വിഭാഗത്തിൽ ഉൾക്കൊള്ളുന്നു എന്നും ഇത്തരത്തിലുള്ള വർണ്ണവിവേചനത്തിന് വലിയ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു യാഥാസ്ഥിക മനോഭാവം ഈ നഗരങ്ങൾക്കുണ്ടായിരുന്നു എന്നും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. എ മാരേജ് ബിറ്റ്വീൻ ഫാമിലീസ് ഓഫ് ദ ജ്വല്ലേഴ്സ് ആൻഡ് അയൺ മോംഗേഴ്സ് ആർ ഹാർഡ്ലി ഫ്രോൺഡ് അപ്പോൺ ദ അർബൻ കണ്ടെക്സ്റ്റ് ഇൻ മധുര. മധുരയിലെ ഈ ക്ലാസിസത്തെക്കുറിച്ച്, വർഗവിവേചനത്തെക്കുറിച്ച് പ്രത്യേകം സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു ജ്വല്ലറി മേക്കർ അദ്ദേഹത്തിൻ്റെ അതേ കുലത്തിൽ നിന്നുള്ളവരാണ് വിവാഹം കഴിക്കുക. ഒരു ഇരുമ്പ് വ്യവസായിയുമായിട്ട് അല്ലെങ്കിൽ ഒരു കൊല്ലപ്പണിക്കാരനുമായി ഒരു സ്വർണ്ണപ്പണിക്കാരൻ വിവാഹത്തിൽ ഏർപ്പെടുകയില്ല എന്നുള്ളതും ഈ ഇത്തരം ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കേണ്ടുന്നു, പ്രത്യേകിച്ചും മധുര നഗരത്തെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ എന്നാണ്. In the same city of courtesans could record her lavish donation of the Jaina establishment also inform at her mother's too was a courtesans. രാജഗണികകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് എന്നും ജൈന പുരോഹിതന്മാർക്ക് ധാരാളം സ്ഥലങ്ങളും പണവും ഒക്കെ ഡൊണേറ്റ് ചെയ്തിരുന്നു ഇത്തരം രാജഗണികകൾ എന്നും ഈ തരം ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ നഗരകേന്ദ്രങ്ങളിലെ ആളുകളുടെ ജീവിതത്തെയും അവരുടെ ക്ലാസുമായിട്ട് വർഗപരമായിട്ടുള്ള വേർതിരിവുകളെയും എല്ലാം സൂചിപ്പിക്കപ്പെടുന്നവയാണ്.